ആലപ്പുഴ ചാരുമൂട്ടിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നുള്ള ഭീഷണിക്ക് പിന്നാലെയാണ് ആത്മഹത്യയെന്നാണ് കുടുംബത്തിന്റെ പരാതി. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ് ചേരുന്നത്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ആരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്? എന്തായിരുന്നു ആ സ്വകാര്യ പണമിടപാട് സ്ഥാപനവുമായുള്ള ഇദ്ദേഹത്തിന്റെ ഇടപാട്? ഏത് രീതിയിലുള്ള ഭീഷണിയാണ് നേരിട്ടത്? കൃഷ്ണ, ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകുന്നേരം 5:30 ചാരുമൂട് സ്വദേശിയായ ശശി എന്ന് പറയുന്ന ആൾ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതിന് മുന്നോടിയായി ഏകദേശം ഒരു 4:30 ഈ ശശി ലോൺ എടുത്തിരുന്ന ഒരു സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നും അതിൻ്റെ പ്രതിനിധികളെത്തി വലിയ തോതിൽ ഭീഷണിപ്പെടുത്തി എന്നൊരു പരാതി പോലീസിൽ കുടുംബം നൽകിയിട്ടുണ്ട്. രണ്ടിടങ്ങളിൽ നിന്നാണ് ഈ മിനി മൈക്രോ സ്ഥാപനത്തിൻ്റെ ചാരുമൂട്ടിലെയും താമരക്കുളത്തെയും ഒപ്പം കുറത്തേക്കാട് ബ്രാഞ്ചുകളിൽ നിന്ന് 1.25 ലക്ഷം രൂപയാണ് ഈ ശശി 2 തവണയായി ലോൺ എടുത്തത്. അതിൻ്റെ തിരിച്ചടവ് ഒരു തവണ മുടങ്ങി എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതിൻ്റെ പേരിൽ വലിയ തോതിൽ നിരന്തരമായി വീട്ടിൽ നേരിട്ടെത്തി ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ മനം മടുത്താണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ശശി ഈ ജീവനെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും രാത്രിയോടുകൂടി ഈ മരണം സംഭവിച്ചിട്ടുണ്ട്. ഇതുവരെയും ഈ മൃതദേഹം തൂങ്ങി മരിച്ച സ്ഥലത്ത് നിന്ന് താഴേക്ക് ഇറക്കാനായിട്ടില്ല. അതിൻ്റെ ചില നടപടിക്രമങ്ങൾ ഉള്ളതുകൊണ്ട് പോലീസ് അത് അല്പസമയത്തിനുള്ളിൽ ഇറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കുടുംബം നൽകിയ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്റ്റിന, ഈ വിഷയത്തിൽ കുടുംബത്തിന്റെ ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട്. മരണത്തിന് ഉത്തരവാദികൾ മൈക്രോ ഫിനാൻസിൻ്റെ അലട്ടൽ മൂലമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. മൈക്രോ ഫിനാൻസുകാർ പല വീടുകളിലും ഇതേപോലെ പ്രശ്നമുണ്ടാക്കി പല വീടുകളും ഇന്ന് അന്തചിത്രമായി കൊണ്ടിരിക്കുകയാണ്. ഇതിന് വേണ്ടുന്ന ഉന്നത ഉദ്യോഗസ്ഥർ ഇത് ഇടപെടണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ചാരുമൂട്ടിൽ തൂങ്ങി മരിച്ച ശശി എന്ന ആളുടെ ബന്ധുവാണ് ഇത് പറഞ്ഞത്. വെറും ഒരു തവണ മുടങ്ങിയതിനാണ് ഇത്തരത്തിൽ ഭീഷണി ഉണ്ടായതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.